മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി. ബാബു സാറാണേ. മക്കളെ, നമുക്ക് ആഫീൽഡ് എക്സാമിനേഷൻ വരാൻ പോവുകയാണ്. ആഫീൽഡ് എക്സാമിനേഷന് മുന്നോടിയായിട്ട് SCRT നിങ്ങൾക്ക് 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിട്ടുണ്ട്. സെറ്റ് A, സെറ്റ് B, സെറ്റ് C. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആഫീൽഡ് എക്സാമിനേഷന് 3ാമത്തെ യൂണിറ്റും 4ാമത്തെ യൂണിറ്റും 5ാമത്തെ യൂണിറ്റിലെ ഒരു പാഠം പരിയിലടിക്കുക എന്ന് പറയുന്ന പാഠമാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സെറ്റ് എയിലും ബിയിലും സിയിലുമായിട്ട് 3ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ള 3 പാഠങ്ങളിൽ ഏതെല്ലാം ചോദ്യങ്ങൾ വന്നിരിക്കുന്നു, അവയുടെ ഉത്തരങ്ങൾ എന്ത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ സെറ്റിലേക്ക് പഠിക്കാൻ പോവുകയാണ്. സബി തയ്യാർ ഹേ? നിങ്ങൾ റെഡിയാണോ? റെഡിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് 3 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ദില്ലി മേ ഉനീന്ദേ എന്ന് പറഞ്ഞ സംസ്മരണമുണ്ട്, മധുർ വചൻ ദോഹയുണ്ട്, പിന്നെ ഏക് തിൻക എന്ന് പറയുന്ന കവിതയുണ്ട്. ഈ 3 പാഠങ്ങളാണ് 3ാമത്തെ യൂണിറ്റിലുള്ളത്. ഇത് സെറ്റ് എയിലും സെറ്റ് ബിയിലും സെറ്റ് സിയിലുമായിട്ട് ഈ 3 പാഠങ്ങളിൽ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചു അതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മക്കളെ. ആദ്യത്തെ പാഠം നമുക്ക് പഠിക്കാനുള്ളത് ദില്ലി മേ ഉനീന്ദേ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ദില്ലി മേ ഉനീന്ദേ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മോഡൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 1ാമത്തെ ചോദ്യം നിങ്ങളോട് ഇങ്ങനെയാണ്. ഇതാണ് ആ ചോദ്യം. യാനി ഉസേ ബിനാ സോയെ 14 സാൽ കാ ബീത് ഗയേ. ഒരുപക്ഷെ അദ്ദേഹം ഉറങ്ങിയിട്ട് 14 വർഷത്തോളമൊക്കെ ആയി. മേ തോ ബതാ സക്തി ഹും, എനിക്കിത് പറയാൻ പറ്റും. കി വ ഗരീബ് ഹെ, അദ്ദേഹം ഒരു ദരിദ്രനാണെന്ന് മനസ്സിലായി. കി ഉസ്കെ പാസ് പൂരെ കപ്പടെ നഹി, അദ്ദേഹത്തിന് വേണ്ടത്ര വസ്ത്രങ്ങളൊന്നുമില്ല. പ്രസ്തുത പ്രസംഗ പർ ലേഖിക കി ഡയറി കൽപ്പന കർക്കെ ലിഖി. അതായത് രാജാറാം എന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവറെ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ യാത്രക്കിടയിൽ അദ്ദേഹത്തോട് സംസാരിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് അന്ന് ലേഖിക എഴുതുന്ന ഡയറിയാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ, ലേഖിയുടെ ഡയറി ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? ഇതിന് നമുക്ക് കിട്ടാൻ പോകുന്നത് 4 മാർക്കാണ്. ഓക്കെ, നമുക്ക് നോക്കൂ മക്കളെ. ആദ്യം നമ്മൾ ദിനാങ്ക് നമ്മൾ വലതുവശത്ത് എഴുതുന്നു. ദിൻ എന്ന് എഴുതിയിട്ട്, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസമാണ്, ദിനാങ്ക് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ദിനെന്നും ദിനാങ്കെന്നും ഇങ്ങനെ എഴുതിയാൽ മതി, കാരണം ഇതൊരു സ്റ്റോറി ആണല്ലോ. അപ്പോൾ കൃത്യമായ ഡേറ്റ് നമ്മൾ ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഡയറി എഴുതുമ്പോൾ നോക്കൂ മക്കളെ. ആജ് മേ മന്ദിർ മാർഗ് സേ ഓട്ടോ മേ യാത്ര കർ രഹി थी. ഇന്ന് ഞാൻ മന്ദിർ മാർഗത്തിലൂടെ ഡൽഹിയിലെ തെരുവിലൂടെ ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രൈവർ ബഹുത്ത് ഗരീബ് ആദ്മി था. ഞാൻ കയറിയ വണ്ടിയിലെ ഡ്രൈവർ വളരെ ദരിദ്രനായ മനുഷ്യനാണ്. ഓട്ടോ ഹി ഉസ്കാ ഘർ ഹെ, അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് ആ ഓട്ടോ തന്നെയാണ്. 3 ഫീറ്റ് ലംബി പിച്ചിലി സീറ്റ് പർ സോത്തായി, 3 ഫീറ്റ് നീളമുള്ള ബാക്കിലെ സീറ്റിലാണ് അദ്ദേഹം ഉറങ്ങുക പോലും ചെയ്തത്. ഉസ്കാ സാമാൻ സീറ്റ് കെ നീച്ചെ ബക്സേമേ രക്ത ഹെ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാധനങ്ങളും സീറ്റിന് താഴെയുള്ള ഒരു ബക്സേമേ ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. ഹഫ്തേമേ ഏക് ബാർ നഹാത്തെ, ഈ മനുഷ്യൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് കുളിക്കുന്നത്. സടക്കയ്ക്ക് കിനാരെ കിസി നൽപ്പർ, അതും എവിടെ? റോഡിൻ്റെ തീരത്തുള്ള ഏതെങ്കിലും നൽപ്പർ, ടാപ്പിൽ വെള്ളമെടുത്തിട്ട്. ശൗച്ച് പബ്ലിക് ശൗചാലയമേ കർത്തെ, അദ്ദേഹത്തിൻ്റെ ശൗചകർമ്മങ്ങളൊക്കെ പബ്ലിക് ശൗചാലയത്തിൽ ടോയ്ലറ്റിൽ പോയിട്ടാണ് നടത്തുന്നത്. കിസി ഢാബേമേ ഖാനാഭി, ഏതെങ്കിലും ഢാബേ എന്ന് പറഞ്ഞാൽ തട്ടുകടയിലാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, ഉസേ കോയി അപ്പനാ നഹി, അദ്ദേഹത്തിന് ആരും അപ്പനാ നഹി സ്വന്തമായിട്ടില്ല. ഉസേ കോയി, അദ്ദേഹത്തിന് കോയി ആരും തന്നെ അപ്പനാ നഹി സ്വന്തം എന്ന് പറയാനില്ല. വ ഹമേഷ കാംസ്താഹെ, ആ മനുഷ്യൻ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുന്നു. കാംസ്താഹെ, ചുമച്ചുകൊണ്ടിരിക്കുന്നു. പിछले 10-11 സാലോസെ, കഴിഞ്ഞ 10-11 വർഷമായി അദ്ദേഹം ഈ ചുമ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്കി ബാത്തെ സുൻകർ, അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ, മുച്ച് ഏകദം ബുരാലക, എനിക്ക് വളരെ വല്ലാത്തൊരു മോശമായൊരു അവസ്ഥ തോന്നി. വ കൽ ഗർ ആയേഗ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നാളെ വീട്ടിൽ വരാൻ പറഞ്ഞു. അദ്ദേഹം നാളെ വീട്ടിൽ വരും. ഇന്റർവ്യൂ തന്നെ, അദ്ദേഹവുമായിട്ട് ഇന്റർവ്യൂ നടത്താൻ വേണ്ടി. കൽ ഉസ്കെ ബാരേമേ അധിക ജാൻകാരി മിലെങ്കിൽ, കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് അധിക ജാൻകാരി, കൂടുതൽ അറിവുകൾ നാളെ മനസ്സിലാക്കാൻ പറ്റും. ബസ് ആജ് ഇത്നാഹി, മതി, ഇന്ന് ഇത്രമാത്രം. ബോത്ത് നീന്താരഹി, ഒരുപാട് ഉറക്കം വരുന്നു. ശുഭരാത്രി. ഇതാണ് ലേഖിക ആ ഡ്രൈവറെ കണ്ട സമയത്ത്, രാജാറാം എന്ന ഡ്രൈവറെ കണ്ട സമയത്ത് അവർക്ക് വല്ലാതെ മനസ്സിൽ തട്ടി ആ കഥാപാത്രത്തെ. അങ്ങനെ അന്ന് അവർ എഴുതി വെച്ചിരിക്കുന്ന ഡയറിയാണ്. നാളെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വീട്ടിൽ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം. 4 മാർക്കാണ് മക്കളെ നമുക്കിതിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 4 മാർക്കിന് മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നു. രാജാറാം കെ ഇന്റർവ്യൂ കെ ബാദ്, രാജാറാമുമായിട്ട് പിറ്റേന്ന് വന്നു ഇന്റർവ്യൂവിന് ശേഷം. ലേഖിക അപ്പനി സഹലിക്ക് നാം പത്ര ലിഖിക, ലേഖിക തൻ്റെ കൂട്ടുകാരിക്ക് കത്ത് ചെയ്യുന്നു. പത്ര കൽപ്പന കർക്കയിലേക്ക്, ആ കത്ത് ഭാവനയിൽ എഴുതാൻ. ഒരു പക്ഷേ ഈ കത്തിലെ മാറ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ലേഖിക എന്ന ഡയറി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മാറ്റർ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അന്നത്തെ ലേഖികയുടെ കത്തും അതുപോലെ തന്നെ അന്നത്തെ ലേഖികയുടെ
കത്തിൻ്റെ പുറമെ ഡയറി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മേറ്റർ കൊണ്ട് നമുക്ക് 2 ഉത്തരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, യെസ്, നോക്കൂ. രാജാറാമിനെ ഇന്റർവ്യൂ ചെയ്ത ശേഷം ലേഖിക തൻ്റെ കൂട്ടുകാരിക്ക് എഴുതുന്ന കത്ത് ഭാവനയിൽ തയ്യാറാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് കത്ത്. ഓക്കെ, ഇത് ചെറുതായിട്ടാണ്, ഞാനത് വലുതായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കുള്ളൂ. അതായത് നമ്മൾ സ്ഥാൻ താരിഖ് വലതുവശത്ത് എഴുതണം. സ്ഥാൻ എന്നും താരിഖ് എന്നും മെൻഷൻ ചെയ്താൽ മതി. എന്നിട്ട് പ്രിയ സഹേലി സീന, പ്രിയപ്പെട്ട സഹേലി, ഒരു കൂട്ടുകാരിയുടെ പേര് നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് നമസ്തേ, നമ്മൾ കത്ത് എഴുതുമ്പോൾ ആദ്യം നമ്മൾ നമസ്തേ എഴുതും. ഓക്കെ, പിന്നെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആശാ ഹേ തും സകുശൽ ഹോ, ഞാൻ പ്രതീക്ഷിക്കുന്നു നീ അവിടെ ഹാപ്പിയാണ് എന്ന്. മേ യഹാൻ ടീക്ക് ഹോ, ഞാനിവിടെ വളരെ ഹാപ്പി ആയിരിക്കുന്നു. ഏക് ഖാസ് ബാത്ത്, ഒരു സ്പെഷ്യലായ കാര്യം ബത്താനേക്കല്ലേ പറയാൻ വേണ്ടി മേ യഹ് പത്രത്തിലേക്ക് രഹിക്കൂ, ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്ന്. എന്നിട്ട് കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കൽ മേനെ ബിർള മന്ദിർ മാർഗസെ, ഇന്നലെ ഞാൻ ബിർള മന്ദിർ വഴിയിലൂടെ ഗർ തക്ക് ഏക്ക് ഓട്ടോമേ യാത്ര കീതി, വീട് വരെ ഒരു ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്നു. ഏക്ക് ഗരീബ് ദാ ഡ്രൈവർ, ഒരു പാവമായിരുന്നു ആ ഡ്രൈവർ. കൈ സാൽ പഹലെ വ യു പി സെ ദില്ലി ആയതാ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് യു പിയിൽ നിന്ന് ഡൽഹിയിൽ വന്നതാണ്. ഓക്കെ, അത് ഇന്നലെ വന്ന് വണ്ടിയിൽ വന്നതിന് ശേഷം ഇന്ന് വരാൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം ഇന്ന് തന്നെ എഴുതുന്ന കത്താണിത്. ഓക്കെ, അപ്പോഴാണ് അദ്ദേഹം യു പിയിലായിരുന്നു, ഡൽഹിയിൽ വന്നതെന്നൊക്കെ മനസ്സിലാവുന്നത്. ഗാവ് മേ ബോഞ്ച് ഡോത്താദ, ഗ്രാമത്തിൽ അദ്ദേഹം തലച്ചുമടെടുത്തായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഉസ്കാ ഗർ പാനി മേ ഢ ഗയാദ, നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ വീട് ഒലിച്ചുപോയി. യഹാം അക്കർ റിക്ഷ ചലാത്തത, ഇവിടെ വന്നതിന് ശേഷം, ഡൽഹിയിൽ വന്നതിന് ശേഷം അദ്ദേഹം റിക്ഷ ഓടിക്കുകയാണ് ചെയ്തത്. ഏക് ദയാലു അമീർ ആദ്മീനെ, ഒരു ദയാലുവായ അമീർ ആദ്മീനെ, സമ്പന്നായ മനുഷ്യൻ ഈ ദരിദ്രന് ഏക് പുരാന ഓട്ടോ ലേലിയ, ഒരു പഴയ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു. രാജാറാം നാം ഹേ ഉസ്ക, ഈ മനുഷ്യന്റെ പേര് രാജാറാം എന്നാണ്. ഓട്ടോ വാങ്ങിക്കൊടുത്ത ആളല്ല, ഈ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറുടെ പേര്. ഓക്കെ, ദരിദ്രന്റെ പേര്. കൽവ ഇന്റർവ്യൂ ദേനെ ആയാഥ, ഇന്നലെ അദ്ദേഹം ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു. ഓക്കെ, റിക്ഷ ഹി ഉസ്കാ ഗർ ഹേ, റിക്ഷയാണ് അദ്ദേഹത്തിന്റെ വീട്. പബ്ലിക് ശൗചാലയമേ ശൗച്ച് കർത്തെ ഹേ, അദ്ദേഹം പബ്ലിക് ശൗചാലയത്തിലാണ് തൻ്റെ ദിനചര്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഹഫ്തേ മേ ഏക് ബാർ സടക്ക് കിനാരെ നൽ പർ നഹാത്ത ഹേ, ഹഫ്തേ മേ ആഴ്ചയിൽ ഏക് ബാർ ഒരിക്കൽ സടക്ക് കിനാരെ റോഡിന്റെ തീരത്ത് നൽ പർ നഹാത്ത ഹേ, അദ്ദേഹം ടാപ്പിലെ വെള്ളമെടുത്ത് കുളിക്കുന്നുള്ളൂ. ഉമ്ർ ലഗ്ഭഗ് 40, അദ്ദേഹത്തിന്റെ ഉമ്ർ വയസ്സ് ഏകദേശം 40. മഗർ 60 തക്ക് ലഗേക, 40 വയസ്സ്, പക്ഷെ ഒരു 60 വയസ്സ് പോലെ തോന്നിക്കും. ഏകദം ദുബല പത്തല കംജോർ ആത്മി, ഏകദം പൂർണ്ണമായും ദുബല, ദുർബലനും പത്തല മെലിഞ്ഞതും കംജോർ ശക്തിയില്ലാത്തതുമായ ആത്മീയ മനുഷ്യൻ. ഹമേഷ ഖാസ്താരത്ത, എപ്പോഴും അദ്ദേഹം ചുമച്ചുകൊണ്ടിരിക്കുന്നു. ഉൻകി ബാത്തെ സുൻകർ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് ബോത്ത് ദുഃഖ, എനിക്ക് വല്ലാതെ ദുഃഖമായി. ഹം ദോനോം ഏക് ഹി ഷഹർ മേരത്തെ, അദ്ദേഹവും ഞാനും ഡൽഹിയിലെ ഒരു സിറ്റിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ലേക്കിൻ എന്നാൽ അലഗലഗ് മൗസമേ, പക്ഷേ ഒരേ സിറ്റിയിൽ തന്നെ വ്യത്യസ്ത സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അൻ ഓർ ഭൂക്ക് കെ മൗസമേ, അന്നത്തിൻ്റെയും വിശപ്പിൻ്റെയും മൗസം, കാലാവസ്ഥയിൽ, സിറ്റുവേഷനിൽ. ഗർ ഓർ ബേഗരി കെ മൗസമേ, ഗർ വീടിൻ്റെയും ബേഗരി വീടില്ലാത്തതിൻ്റെയും സിറ്റുവേഷനിൽ, മൗസമിൽ. ഓക്കെ, എന്നിട്ട് പറയുന്നു ബസ് അബ് ഇത്തനാഹി, ഇപ്പോൾ ഇത്ര മതി. ഗർമേ സബ്കോ മേരാ പ്രണാം, വീട്ടുകാരെ എല്ലാവരും എൻ്റെ നമസ്കാരം അറിയിക്കണം. തനു ഓർ ദേവു കോ പ്യാർ, ഒരു 2 ആളെ പേര് ചെയ്തിരിക്കുകയാണ്. തനുവിനും ദേവുവിനും എൻ്റെ സ്നേഹം അറിയിക്കണം. ഒരു പക്ഷേ കുട്ടികളായിരിക്കാം. തുമാരി സഹേലി ഗഗൻ ഗിൽ ഹസ്താക്ഷർ. ഓക്കെ, എന്നിട്ട് ഈ കത്തിനെ നമ്മളൊരു കവറിലാക്കുന്നു. സേവാമേം നാം പദ, ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈ 2 ചോദ്യങ്ങളും വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഈ പാഠത്തിൽ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഇതിൽ ക്വസ്റ്റ്യനിൽ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സികളായി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിൽ ഇങ്ങനെയാണ്. ബേഗരോ കി സമസ്യ വിഷയ പർ ലഘുലേഖ ലിഖേ, അതായത് വീടില്ലാത്ത പ്രശ്നത്തെക്കുറിച്ച്, വീടില്ലാത്തവരുടെ പ്രശ്നത്തെക്കുറിച്ച്, അത് രാജ്യം എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാട് ഒരു ലേഖനമായിട്ട് ഇതാണ് പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ ഭവനരഹിതരുടെ പ്രശ്നങ്ങൾ വിഷയത്തിൽ ലഘുലേഖനം എഴുതുക എന്നാണ് ചോദ്യം. ഉത്തരം എങ്ങനെയാണ്? ഹമാരെ സമാജമേ, നമ്മുടെ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ, സൈക്കഡോ ലോകു, 100 കണക്കിന് ആളുകൾ, ബേഗർ ഹേ, ആയിരക്കണക്കിന് എന്നാണ് പറയുക. സൈക്കഡോ 100 കണക്കിന്, ആയിരക്കണക്കിന് ആളുകൾ. സൈക്കഡ് എന്ന് പറഞ്ഞാൽ സൗദ് എന്ന് പറഞ്ഞാൽ 100 ആണ്, സൈക്കഡോ എന്ന് പറഞ്ഞാൽ 100 കണക്കിന്, അപ്പോൾ കുറേ 100കൾ, ആയിരക്കണക്കിന് ബേഗർ ഹോത്തെ ഹേ, വീടില്ലാത്തവരുണ്ട്. എനിക്ക് കൈ സമസ്യയും ഹോത്തി ഹേ, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. അതിലൊന്ന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആർത്തികഠിനായ്യാം, സാമ്പത്തിക പ്രതിസന്ധിയാണ്. നോക്കൂ, ആത്മീ കം ഹോനെ പർ इनको कई प्रकार की समस्याएं का सामना करना पड़ता है. ആംദനി എന്ന് പറഞ്ഞാൽ ഇൻകം, ആംദനി, ഇൻകം, വരുമാനം
കം ഹോനെ പർ വളരെ കുറവാണ് എന്നുള്ള കാരണത്താൽ ഇൻകോ കൈ പ്രകാർക്കി അവർക്ക് പല പ്രകാരത്തിലുള്ള സമസ്യാവും കാ സാമന കർണാ പഡ്താ ഹൈ. സമസ്യ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ, അതായത് വളരെ കുറഞ്ഞ വരുമാനം ആയതുകൊണ്ട് തന്നെ അവർക്ക് നിത്യം ഭക്ഷണം കഴിക്കാനുള്ള കാശ് പോലും കിട്ടാത്തതുകൊണ്ട് വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അച്ചി നൗക്കരി ഇന്ന മിൽനെ പർ നല്ലൊരു ജോലി കിട്ടുന്നില്ലെങ്കിൽ ഏ ലോക് ഗരീബ് ഹോക്കർ ജേത്തെ അവർ അന്ന് പട്ടിണി കിടന്നാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ളത് പോലും ചില ദിവസങ്ങളിൽ കിട്ടുന്നില്ല എന്നർത്ഥം. സുരക്ഷാക്ക അഭാവ്, ഇത്തരം ആളുകളുടെ സുരക്ഷിതത്തിന്റെ അഭാവമുണ്ട്. അതായത് ബേഗർ ലോക് ഖുലേമേ സോത്തെ അവർ ഓപ്പണായ സ്ഥലത്താണ് താമസിക്കുന്നത്. ചിലപ്പോൾ റെയിൽവേ ട്രാക്കിന്റെ സമീപങ്ങളിലൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത്. നഹാനെ കെലിയെ കുളിക്കാൻ വേണ്ടി, ശൗച കർണേ കെലിയെ ശൗച പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട്, ഓർ സാർവജനിക് ജഗവും കാ ആശ്രയ ലേനാ പഡ്താ ഹൈ. അത് അവർക്ക് സാർവജനിക് ജഗവും കാ എന്ന് പറഞ്ഞാൽ പബ്ലിക് ആയുള്ള ഏരിയ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നു ശൗചകർമ്മത്തിനൊക്കെ. ഗർമി ചൂട് വരട്ടെ, സർദി തണുപ്പ് വരട്ടെ, ഓർ ബാരിഷ് മേ ബി ഇനി മഴ പെയ്താലും ശരി, ഇനി ബോത്ത് മുഷ്കിലോ കാ സാമന കർണ പഡ്താ ഹൈ. അവർക്ക് ഒരുപാട് തലചായ്ക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടേണ്ടി വരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാം, നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം അല്ലേ, അവരെ കിട്ടും ഭാണ്ഡമൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാം. പാവങ്ങളാണ് അവർ. ഇനി അടുത്തത് സ്വാസ്ഥ്യ സംബന്ധി സമസ്യയും, അവർക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട്. ബേഗർ ലോഗ് കൈ പ്രകാർ കി ബീമാരിയോ കോ ശിക്കാർ ബൻ ജാത്തെ ഹൈ. ബേഗർ ലോഗ് വീടില്ലാത്ത ആളുകൾ കൈ പ്രകാർ കി പല പ്രകാരത്തിലുള്ള ബീമാരിയോ കെ രോഗങ്ങൾക്ക് ശിക്കാർ ബൻ ജാത്തെ ഹൈ ഇരയായി മാറുന്നു. അവർക്ക് വീടില്ല, വീട്ടു നമ്പർ ഇല്ല, റേഷൻ കാർഡിൽ ഒന്നും ഇല്ലാത്ത കുറേ ആളുകളുണ്ട് അല്ലേ. പീനേക്കലിയെ എന്നാൽ നമ്മുടെ സംസ്ഥാനങ്ങൾ ഒരുപാട് മാറ്റം വന്നെങ്കിൽ അല്ലേ, അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. എങ്കിലും ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നോക്ക്, പീനേക്കലിയെ ഇത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള കഥയെ ആസ്പദമാക്കിയാണ് നമ്മൾ ഓക്കെ നോക്കും. പീനേക്കലിയെ കുടിക്കാൻ വേണ്ടി ശുദ്ധ പാനി ശുദ്ധമായ വെള്ളം, തഥാ അതുപോലെ തന്നെ ഖാനേക്കലിയെ കഴിക്കാൻ വേണ്ടി പൗഷ്ടിക് ഭോജൻ വൈറ്റമിനുള്ള ഫുഡ്, പോഷക സമൃദ്ധമായ ആഹാരം, ആരാം കെലിയെ വിശ്രമിക്കാൻ വേണ്ടി സുവിധായ നിഹിഹെ സുഖ സൗകര്യങ്ങളും ഈ പാവങ്ങൾക്കില്ല. ഇനി ഇക്കാരണത്താൽ ഉൻകെ സ്വാസ്ഥ്യ അവരുടെ ആരോഗ്യം ജൽദി ബിഗഡ് ജാത്തെ പെട്ടെന്ന് തന്നെ തകരാറായി പോകുന്നു. ഇനി ലാസ്റ്റ് പോയിന്റ് സാമാജിക് ഭേദഭാവ്, സാമൂഹികമായ ഭേദഭാവം എന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തുന്ന അവസ്ഥയുണ്ട്. ബേഗരോങ്കോ സമാജ് വീടില്ലാത്ത ആളുകളെ സമാജ് സമൂഹം നഫ്രത്ത് തന്നെ വെറുപ്പ്, ഓർ തിരസ്കാരക്ക് ദൃഷ്ടിസെ വെറുപ്പിന്റെ കാഴ്ചപ്പാടോടും ദിക്തേ, അതായത് നഫ്രത്ത് വെറുപ്പിന്റെയും തിരസ്കാരം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കലിന്റെയും ദൃഷ്ടിസെ അതായത് വെറുപ്പിന്റെയും മാറ്റി നിർത്തലിന്റെയും കണ്ണിലൂടെ ദിക്തഹയെ കാണുന്നു. ഉൻകി മദദ് കെലിയെ കോയി നഹിഹെ അവരെ സഹായിക്കാൻ, മദദ് എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ വേണ്ടി കോയി നഹി ആരും തന്നെയില്ല. ബേഗരോങ്കി സമസ്യാവുക്കോ ബേഗരോങ്കി വീടില്ലാത്തവരുടെ സമസ്യാവുക്കോ പ്രശ്നങ്ങളെ ദൂർ കർണേ കെലിയെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർക്ക് തരഫ് സെ എന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുഫ്തമേം സൗജന്യമായി ആവാസീയ യോജനാവുക്കോ ആവാസീയ യോജന എന്ന് പറഞ്ഞാൽ ആവാസ പദ്ധതികളെ, താമസ പദ്ധതി, ഭവന പദ്ധതികളെ, ആവാസീയ യോജന എന്ന് പറഞ്ഞാൽ ഭവന പദ്ധതികളെ ലാഗു കർണ ചാഹിയെ നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. സമാജ് സേവി സംഘോക്കി സാമൂഹിക സേവന സംഘടനകളുടെ ഭൂമിക ബി അവരുടെ റോളും അവരുടെ പങ്കും മഹത്വപൂർണ്ണഹേ പ്രധാനപ്പെട്ടതാണ്. ഗവൺമെന്റ് തന്നെ ആവേണ്ട സമൂഹത്തിന്റെ നന്മ ആഗ്രഹിച്ചിറക്കുന്ന ഒരുപാട് സാമൂഹിക സന്നദ്ധ സംഘടനകളുണ്ടല്ലോ, അവരുടെയും പങ്കുകൾ വളരെ വലുതാണ്, മഹത്വപൂർണ്ണമാണ്. അങ്ങനെ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം നമ്മുടേതായ രീതിയിൽ എഴുതുകയാണ്. ഓക്കെ, യെസ്. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം, രാജാറാം കാ ചരിത്രഗത വിശേഷൻ, രാജാറാമിനെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് 4 മാർക്കാണ്. ഇത്രയും ചോദ്യങ്ങൾ 3 സെറ്റിലൂടെ വന്നിരിക്കുന്നു. അവയെ നിങ്ങൾ പഠിച്ചാൽ യാതൊരു ടെൻഷനില്ലാതെ ഏത് ചെറു ക്വസ്റ്റ്യൻസുകൾക്ക് ഉത്തരം എഴുതാൻ ഇത്രയും സമ്മറി നമ്മളെ കൈവശം ഉണ്ടായാൽ മതി. ഇതിനെ നമുക്ക് ഡയറിയാക്കാം, ഇതിനെ നമുക്ക് എന്താക്കാം, ഈ ഡയറിയാക്കാം, ഇത് നമുക്ക് ലെറ്ററുമാക്കി മാറ്റാം, ലേഖനമാക്കി മാറ്റാം. ഓക്കെ, ഇത്രയും അറിവ് മിനിമം നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ആ ചോദ്യം നോക്കാം. ശ്രദ്ധിച്ചോളൂ മക്കളെ. നമുക്ക് രാജാറാമിനെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ചാണ്. ഗഗൻ ഗിൽ കെ സംസ്മരൺ, ഗഗൻ ഗില്ലിന്റെ ഓർമ്മക്കുറിപ്പായ ദില്ലിമേ ഉനീന്ദേയും ദില്ലിയിലെ ഉറക്കമില്ലാത്തവർ എന്നുള്ളത് എന്നല്ലേ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിലെ ദില്ലിമേ ഉനീന്ദേ ദില്ലിയിൽ ഉറക്കമില്ലാത്തവർ എന്ന അദ്ദേഹത്തിന്റെ ഗഗൻ ഗില്ലിന്റെ ഓർമ്മക്കുറിപ്പിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് രാജാറാം എന്നുള്ള വ്യക്തി. एक സാധാരണ ഓർ മെഹനത്തിയ വ്യക്തി, ഒരു സാധാരണക്കാരനായതും അതുപോലെ തന്നെ വളരെ ദരിദ്രനുമായതുമായ മെഹനത്തി വ്യക്തി, ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം.
ലഗ്ഭഗ് അദ്ദേഹം ഏകദേശം 5.5 ഫീറ്റ് ലംബ, ഒരു 5.5 ഫീറ്റ് ഉയരമുള്ള ആളാണ്. ദുബലെ ശരീരവാല, വളരെ ദുർബലനായ ശരീരമാണ്. ഓർ ഉസ്കെ ശരീരമേ, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൃത്യമായ ഭക്ഷണങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് എല്ലും തോലും ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ നീലി നസൈ, നീല ഞരമ്പുകളെ സാഫ് ദിക്കായി തെത്തിയെ, വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. ഓക്കെ, നീല സ്കെച്ച് പെന്ന് കൊണ്ട് വരച്ച പോലെ അദ്ദേഹത്തിന് മേൽ നിറവുകളെ കാണാൻ പറ്റും. പേഷോസെ വ ഓട്ടോ ഡ്രൈവർ ഹേ, പേഷോസെ തൊഴിലോണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ, പേഷസെ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിലോണ്ട് പറയുകയാണെങ്കിൽ അതേ ഓട്ടോ ഡ്രൈവർ ഹേ. പർ കൈ സാലോം സെ, ഒരുപാട് വർഷങ്ങളായി ബേഗർ ഹേ, അദ്ദേഹത്തിന് വീടില്ല. ഓർ അപ്പനെ ഓട്ടോക്കോ ഹി ഗർ ബനാക്കർ രഹത്തെ, തൻ്റെ ഓട്ടോറിക്ഷയാണ് വീടാക്കി മാറ്റിയിരിക്കുന്നത്. ഓക്കെ, പിന്നീട് 1979 ഉത്തർപ്രദേശ് സെ ദില്ലി ആയ, 1979 ഉത്തർപ്രദേശിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് വന്നതാണ്. യു പി മേ മസ്ദൂരി കർത്താത, യു പിയിലായിരുന്നു അദ്ദേഹം, ഉത്തർപ്രദേശിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്ത് ജീവിച്ചിരുന്നത്. ലേക്കിൻ ബാരിഷ് മേ ഉസ്കാ ഗർ ഠഹ് ഗയ, പക്ഷേ മഴക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട് ഒലിച്ചുപോയി. ഇസ്കെ ബാദ്, അതിനുശേഷം ഭൂക്ക് മിഠാനേക്കില്, വിശപ്പെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദില്ലി പൗഞ്ച, ആ മനുഷ്യൻ ഡൽഹിയിൽ വന്നു. ഓക്കെ, ഡൽഹിയിൽ പൗഞ്ചു. ദില്ലി ആക്കർ പഹലെ 8 സാൽ തക്ക്, ഡൽഹിയിൽ വന്നിട്ട് ആദ്യം 8 സാൽ തക്ക്, 8 വർഷം വരെ റിക്ഷ ചലായ, അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഓടിച്ചു. ഓർ ഫിർ 1.5 സാൽ തക്ക്, പിന്നീട് 1.5 സാൽ, 1.5 വർഷം ഏക് അമീർ ആദ്മി കി സേവാക്കി, ഒരു സമ്പന്നനായ മനുഷ്യനെ സഹായിക്കാൻ പോയി. ഓക്കെ, ഉസ് വ്യക്തിനെ, ആ വ്യക്തി ഏക് പുരാന ഓട്ടോ ദേ ദിയ, ഈ മനുഷ്യന് ഒരു പഴയ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു. ഓക്കെ, തബ് സേ, അന്ന് മുതൽ രാജാറാം ഓട്ടോ ചലാക്കർ അപ്പന ജീവൻ ചലാ രഹാതെ, പിന്നെ ഓട്ടോറിക്ഷ തന്നെ ഓടിച്ചാണ് ജീവിക്കുന്നത്. അതുവരെ മറ്റാരുടെയെങ്കിലും ഓട്ടോയിൽ ഡ്രൈവറായിട്ടൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഇദ്ദേഹത്തിന് അത് നിർത്തി ഒരു സമ്പന്നനായ ഒരാളെ സഹായിക്കാൻ പോയി. അപ്പോൾ അദ്ദേഹം ഒരു ഓട്ടോ സ്വന്തമായിട്ട് വാങ്ങിക്കൊടുത്തു. പിന്നീട് അദ്ദേഹം ഓട്ടോ തന്നെ തൻ്റെ ജീവിതം വൃത്തിക്ക് വേണ്ടിയിട്ട് ഓട്ടോ ഉപയോഗിച്ചു. അത് തന്നെ അദ്ദേഹത്തിൻ്റെ വീടുമായിട്ടാണ് കഴിച്ചു കൂട്ടുന്നത്. ഓക്കെ, ഉസ്കോ ജിന്ദഗി മേ കോയി ബഡാ സപ്ന നഹീ ഹേ, ജീവൻ ബിദത്തെ, ഉസ്കോ ജിന്ദഗി മേ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കോയി ബഡാ സപ്ന നഹീ, യാതൊരു വലിയ സ്വപ്നവുമില്ല. ബസ് ദോ വക്ത്, അദ്ദേഹം ഇത്ര മാത്രമേ ആലോചിക്കുന്നു, 2 വക്ത്, 2 നേരം, റോട്ടി മിൽ ജായേ, റൊട്ടി കിട്ടിയാൽ, ഭക്ഷണം കിട്ടിയാൽ, യഹി ഉസ്കെ ലിയെ ഖുശി, അത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഭയങ്കര ഹാപ്പിയാണ്. അത് മതി, 2 നേരത്തെ ആഹാരം കിട്ടിയത്, വേറെ സ്വപ്നങ്ങളൊന്നുമില്ല. ഗഗൻഗിൽ കെ അനുസാർ, ഗഗൻഗിൽ എന്ന് പറയുന്ന ആളിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം അവരെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നു, വേ ദോനോ അലഗ് അലഗ് മൗസമി, ഇവർ 2 പേരും വേറെ വേറെ മൗസം എന്ന സിറ്റുവേഷനിലാണ് താമസിക്കുന്നത്. യാനി അന്ന ഓർ ബൂക്ക്, ഒരു പക്ഷേ അന്നത്തിൻ്റെയും വിശപ്പിൻ്റെയും, ബൂക്ക് വിശപ്പിൻ്റെയും, ഗർ ഓർ ബേഗരിക്ക മൗസമി ജീത്തെ, വീടുള്ളതിൻ്റെയും വീടില്ലാത്തതിൻ്റെയും സിറ്റുവേഷനിലാണ് 2 ആൾ ജീവിക്കുന്നത്. രാജാറാം ദില്ലിക്ക് അനേക് ഉനിന്തും, രാജാറാം എന്ന് പറഞ്ഞ ഈ വ്യക്തി ദില്ലിക്ക്, ഡൽഹിയിലെ അനേക് ധാരാളം ഉനീന്റെയും ഉറക്കമില്ലാത്തവരുടെയും ഓർ സംഘർഷ രത് ലോകവും ക, അതായത് സംഘർഷ രത് ലോകവും ക, സംഘർഷ രത് ലോകവും ക എന്നാൽ സംഘർഷം പേറി നടക്കുന്ന അല്ലെങ്കിൽ സംഘർഷം അനുഭവിക്കുന്ന ആളുകളുടെയും പ്രതിനിധിയെ, ഒരു പ്രതിനിധിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ജോ കഠിൻ പരിസ്ഥിതിയോ മേബി, അദ്ദേഹം പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും, കഠിനമായ പരിസ്ഥിതിയിൽ പോലും അപ്പന് ജിന്ദഗി ചലാത്തെ രത്തെ, അദ്ദേഹം തൻ്റെ ജീവിതം എങ്ങനെയൊക്കെയോ പ്രതിസന്ധി ഉണ്ടായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് നമുക്ക് രാജാറാമിനെ കുറിച്ചുള്ള ക്യാരക്ടേഴ്സ് ചോദിച്ചാൽ നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാഠവുമായി നമുക്ക് സെറ്റ് എയിലും സെറ്റ് ബിയിലും സെറ്റ് സിയിലും പറഞ്ഞിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞു. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠവുമായി മറ്റൊന്നും നിങ്ങൾക്ക് പേടിക്കാനില്ല, ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മധുർവചൻ, അതായത് നമുക്ക് ദോഹയാണ്. ഇത് നമുക്ക് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ദോഹയെ, നമുക്ക് ആഫിയൽ എക്സാമിനേഷൻ ഇതുവരെ കഴിയാത്തത് കൊണ്ട്, നേരത്തെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ടും, എന്നാൽ ആഫിയലിലേക്ക് വരാൻ പോകുന്ന 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. അതിലെ ഈ 3 സെറ്റിലും എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ, ഏത് ടൈപ്പാണ് ചോദിച്ചിരിക്കുന്നതാണ് ഇനി അവസരം പറയാൻ പോകുന്നത്. ഓക്കെ മക്കളെ, നോക്കൂ, അതിങ്ങനെയാണ്. നമുക്ക് സെറ്റ് എയിലെ ക്വസ്റ്റ്യനുകൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് 6ാമത്തെയും 7ാമത്തെയും ചോദ്യമായിട്ടാണ് വന്നത്. സൂചന, തുളസി കാ ദോഹ പഠി, തുളസിയുടെ ദോഹ പഠിക്കും. പ്രശ്ന 6 से 7 തക്കേക്ക് ഉത്തരം നൽകിയ 6 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ 1 മാർക്കിന്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നീട് 2 മാർക്കിന്റെ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ദയാധർമ്മ കാ മൂൽ ഹേ പാപ് മൂൽ അഭിമാൻ, തുളസി ദയാ ന ഛോഡിയെ ജബ് തക്ക് ഗട്ട് മേ പ്രാൺ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ചോദ്യം ഇങ്ങനെയാണ്,
ദയാ ധർമ്മക്കാമൂല്, ദയ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ ദയ ഉണ്ടായിരിക്കുക എന്നാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം. പാപമൂൽ അഭിമാൻ അല്ലെ, പാപമൂൽ അഭിമാനമുള്ള ഒരാൾ ഒരിക്കലും പാപം ചെയ്യുകയില്ല. തുളസി ദയാ എന്ന ചോടിയെ, തുളസി പറയുന്നു നിങ്ങളെ ദയ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ജബ് തക്ക് ഗഡ് മേ പ്രാൺ, നിങ്ങളെ ഗഡ്മിൽ ശരീരത്തിൽ എത്ര കാലം ജീവനുണ്ടോ അത്ര കാലം വരെ നിങ്ങൾ പാപം ചെയ്യാൻ പാടില്ല, ധർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല, ദയ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ചോദിക്കുക ഗഡ് സമാനാർത്ഥ ശബ്ദിക്കാഹെ, ഗഡ് എന്നുള്ളതിന്റെ സമാനാർത്ഥം എന്താണ്? ഒരു മാർക്കിനാണ് ചോദ്യം. സ്വഭാവ് എന്നാണോ, ശരീരം എന്നാണോ, വചൻ എന്നാണോ, നാശം എന്നാണോ? ഇതിന്റെ ഉത്തരം കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞാൽ ശരീർ എന്നുള്ളതാണ്. ഓക്കെ, ശരിയായ ഉത്തരം ഏതാണ്? ശരീരാണ്. ഓക്കെ, ശരീരാണ്. ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ് വന്നത്, തുളസി കെ പ്രസ്തുത ദോഹയ്ക്ക ആശയിലേക്ക്, തുളസിയുടെ ഈ ദോഹയുടെ ആശയം ഏതാണ്? ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഇതാണ് ആ ദോഹ, ഇതാണ് ദയാധർമ്മ കാ മൂൽ ഹേ പാപമൂൽ അഭിമാൻ, തുളസി ദയാ ന ചോടിയെ ജബ് തക്ക് ഗഡ് മേ പ്രാൺ. ഇത് നമ്മൾ ദയ എന്ന് പറഞ്ഞാൽ ദയ തന്നെ, ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം, മൂലം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം, പാപം എന്ന് പറഞ്ഞാൽ പാപം, അഭിമാൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ന ചോടിയെ ഉപേക്ഷിക്കരുത്, ജബ് തക്ക് എന്ന് പറഞ്ഞാൽ എപ്പോൾ വരെ, ഗട്ട് മേം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ, പ്രാൺ എന്ന് പറഞ്ഞാൽ ജീവൻ. ഓക്കെ, എന്നിട്ട് നമ്മളോട് ഇതിന്റെ ആശയമാണല്ലോ ചോദിക്കുന്നത്. ആശയം ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നോക്കൂ, ആശയ ലിഖേ എന്ന് പറഞ്ഞാൽ തുളസിദാസ് കാത്തഹെ, തുളസിദാസ് പറയുന്നു കി എന്തെന്നാൽ ദയാ ഹി ധർമ്മ ക ആധാരേ, ദയയാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദയ ഇല്ലാത്ത ഒരാൾ ധർമ്മമില്ലാത്ത ഒരാളാണ്, ധർമ്മമില്ലാത്ത ഒരാൾ കടമയില്ലാത്ത ഒരാളാണ്, കടമയില്ലാത്ത ആൾ സത്യമില്ലാത്ത ഒരാളാണ്. ഓക്കെ, അയാൾക്ക് ദൈവവിശ്വാസം ഒന്നുമില്ല എന്നുള്ള അർത്ഥം നോക്കും. അഹങ്കാർ പാപക്ക മൂൽ കാരൺ ബി ഹേ, ഒരാളുടെ അഹങ്കാരമുണ്ടെങ്കിൽ പാപക്ക മൂൽ കാരണേ, ഒരാൾ പാപം ചെയ്യുന്നതിന്റെ അടിസ്ഥാന കാരണം അയാളിൽ വരുന്ന അഹങ്കാരമാണ്. ജബ് തക്ക് ഹമാരെ ശരീരമേ പ്രാൺ ഹേ, കബീർ പറയുന്നു എത്ര കാലം വരെ നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ടോ, പ്രാൺ ഹേ ജീവനുണ്ടോ, തബ് തക്ക് അത്രയും കാലം കബീബി ഒരിക്കലും ദയാ നഹി ചോടിനി ചാഹിയെ, ദയ നിങ്ങൾ ഉപേക്ഷിക്കരുത്. മനുഷ്യതാക്കോ ദയാലു ഹോന പരം ആവശ്യകത, അതായത് ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി ദയാലു ആയിരിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ ദോഹയുടെ സാരാംശമായി നമ്മൾ എഴുതേണ്ടത്. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വേറൊരു ചോദ്യ പേപ്പറിലേക്ക് ചോദിക്കുന്നത്, മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ദോഹയെ പഠിക്കർ 12 से 13 തക്കെ പ്രശ്നം ഉത്തരലേക്ക്, ദോഹ വായിച്ചിട്ട് 12 മുതൽ 13 വരെ ചോദ്യം ഉത്തരം ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ऐसी बाणी बोलिए मन का आपा कोई अपना तन शीतल करे और उनको सुगु हुई, कबीरदास दोहയാണ്. साधु ऐसा चाहिए जैसा सूप सुबाई सार सार को गही रहे थोदा दे उगाई. ഇത് നമ്പർ സെറ്റ് ബിയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. നോക്കൂ, അതിങ്ങനെയാണ് ആ ചോദ്യം. ഈ ദോഹ തന്നതിന് ശേഷം ചോദ്യം ഇങ്ങനെയാണ്, പ്രസ്താവ്, ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നു. ഈ 4 പ്രസ്താവന കൊടുത്തിരിക്കുന്നതിൽ 2 ശരിയാണ്. അതേത് 2 ശരിയാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പൊ ഈ രീതിയിലും ചോദ്യങ്ങൾ വരാം. അപ്പം നോക്കൂ, അപ്പനീ ബാണിസെ, തൻ്റെ വാക്കുകൾ കൊണ്ട് തൻ മനക്കോ, നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ശാന്തി കിയാജസക്തെ, സമാധാനം നൽകാൻ പറ്റും. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് വരുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണല്ലോ. നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്ക് വായിലൂടെ പുറത്തു കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും കുളിര് നൽകും എന്നൊരു പോയിന്റ് ഇതിലുണ്ട്. ഉണ്ടോ? ഉണ്ട്. അത് ശരിയാണ് അല്ലേ? അത് ശരിയാണ്. അപ്പോൾ നമുക്ക് അതിനൊന്ന് ഇടാം. ഇനി ഏതൊക്കെയാണ് നമ്മൾ വേറെ ഉണ്ടോ നമ്മൾ നോക്കുക. യെസ്, ദൂസരോക്കോ സത്താന, മറ്റുള്ളവരെ സത്താന കഷ്ടപ്പെടുത്തുക, അപമാനിക്കുക. സജ്ജനോക്ക സ്വഭാവ ഹേ, സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. ആണോ? ഒരിക്കലുമല്ല. അപ്പനീ ബാത്തോംസെ, അവനവന്റെ വാക്കുകൾ കൊണ്ട് ദൂസരോക്ക് സുഖ പ്രദാൻ കർണാഹേ, മറ്റുള്ളവർക്ക് സുഖം ലഭിക്കണം. നമ്മുടെ ഒരു വാക്ക് മറ്റുള്ളവർക്ക് മധുരമായി ഫീൽ ചെയ്യണം. കബീർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അതും ശരിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനും ശരിയിടണം. ഓക്കെ, യെസ്. എന്നിട്ട് പറയുന്നു ഔരോക്കോ സതാനേസെ, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ അപമാനിക്കുമ്പോൾ, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുമ്പോൾ, സതാനേസെ മന്മേ ശാന്തി എത്തിയ, നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം വരുന്നു. അതൊക്കെ ക്രൂരന്മാരുടെ സ്വഭാവമാണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ 2 നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഏത്? 1ാമത്തെയും 3ാമത്തെയും പോയിന്റാണ് ഈ ദോഹയുമായി ബന്ധപ്പെട്ട ശരിയായ 2 പ്രസ്താവന. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പ്രസ്താവന എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഏതാ നോക്ക്. ഇവിടെ കാ കൊടുത്തിട്ടുണ്ട്, ഗാ കൊടുത്തിട്ടുണ്ട്, കാ കൊടുത്തിട്ടുണ്ട്, ഖ കൊടുത്തിട്ടുണ്ട്, ഗാ കൊടുത്തിട്ടുണ്ട്, ഖ കൊടുത്തിട്ടുണ്ട്. ഏതാണല്ലോ ശരി? ഇവിടെ നോക്ക്, പ്രസ്താവ് 1 और 2, പ്രസ്താവന 1ഉം 2ഉം ശരിയാണോ?
ഒന്നും ഇത് രണ്ടും ശരിയാണോ അല്ല. പിന്നെ പ്രസ്താവ് 3 और 4 മൂന്നും നാലും ശരിയാണോ അല്ല. പ്രസ്താവ് 1 और 3 നോക്ക്, ഇവിടെ നമുക്ക് 1 3 അല്ലേ കറക്റ്റ് ശരി. നോക്ക് ഇവിടെ നോക്കൂ, 1 3 അല്ലേ ശരി വരുന്നത്. അപ്പോൾ നമുക്ക് ഏതാ ഉത്തരം വരിക? നമുക്ക് 1 3 ആണ് ശരി വരിക. അപ്പോൾ നമ്മൾ ഇതെടുത്ത് എഴുതി വെച്ചാലാണ് 1 മാർക്ക്. ഓക്കെ, യെസ്, ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കി ചോദ്യം വന്നത് ഇങ്ങനെയാണ്. നോക്കൂ, ഇതിൻ്റെ ബാക്കി ചോദ്യം ഇങ്ങനെയാണ്. അതെ, ഐസി ബാണി ബോലിയെ മൻ കാ ആബാ കോയി अपना तन सीदल करे औरों को सुग हो എന്ന് തന്നതിന് ശേഷം സാധു ഐസ ചാഹിയ ജൈസ സൂപ്പ് സുബായ് സാർ സാർ കോ ഗഹി രഹേ ധോദാ ദേഹ് ഉഠായി എന്ന് തന്നു. അത് ഞാൻ വീണ്ടും എടുത്ത് വെച്ചാണ്. ചോദ്യം എങ്ങനെയാണ്? സാർത്ഥക ബാത്തോങ്കോ അർത്ഥവത്തായ കാര്യങ്ങളെ, മൂല്യവത്തായ കാര്യങ്ങളെ അപ്പനാക്കർ സ്വീകരിച്ചിട്ട്, ലോകത്ത് ആരെ കാണുമ്പോഴും എന്ത് കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ പ്രകൃതിയിൽ നിന്ന് എന്ത് കണ്ടാലും എന്ത് കേട്ടാലും എന്തൊക്കെ അനുഭവിച്ചാലും എന്ത് വായിച്ചാലും അതിൽ നിന്ന് സാർത്ഥക ബാത്തോങ്കോ മൂല്യവത്തായ കാര്യങ്ങളെ അപ്പനാക്കർ സ്വീകരിച്ചിട്ട് ബേക്കാർ ബാത്തോങ്കോ വൃത്തികെട്ട, വേണ്ടാത്ത, മൂല്യമില്ലാത്ത, മോശമായ കാര്യങ്ങളെ ചോടന നാം ഉപേക്ഷിക്കണം. ഈ ആശയവാലി പങ്ക്തി, ഇങ്ങനെ മെസ്സേജ് നൽകുന്ന വരി ഇതിൻ്റെ അകത്ത് ഏതാണ് എന്നാണ്. സ്വാഭാവികമായിട്ടും ആദ്യത്തത് ഈ 2 വരി എന്ന് ചോദ്യം വന്നാൽ പിന്നെ ഇതിലല്ലേ സ്വാഭാവികം വരിക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് നോക്കൂ. സാധു ഐസ ചാഹി, ഒരു സത്യസന്ധനായ മനുഷ്യൻ അങ്ങനെയായിരിക്കണം. ജൈസ സൂപ്പ് ജുബായ്, എങ്ങനെ സൂപ്പ് സുബായ്. സൂപ്പ് എന്ന് പറഞ്ഞാൽ മുറം, സുബായ് സ്വഭാവം, മുറത്തിൻ്റെ സ്വഭാവം പോലെ ആയിരിക്കണം. സാറുക്കോ ഗ്രഹി, മുറം എന്ത് ചെയ്യും? നല്ല കാര്യങ്ങളൊക്കെ അതിൽ ബാക്കിയാക്കുന്നു. തോഥാ ധേയ് ഉഠായ്, വേണ്ടാത്തതും മലിനമായതിനൊക്കെ പുറത്തുനിന്ന് പുറന്തള്ളുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യൻ. അപ്പോൾ ഇതിലേതാണ് ശരിയായ ഉത്തരം? നമുക്ക് ഏറ്റവും ശരിയായ ഉത്തരം ഇതാണ്. ഓക്കെ, യെസ്. ഇനി നമ്മളോട് ചോദിക്കുന്നത് വേറൊരു ചോദ്യമാണ് അല്ലേ? വേറൊരു ചോദ്യമാണ്. നോക്കൂ, ഇങ്ങനെയാണ് ചോദ്യം. നോക്കൂ, പ്രസ്തുത പ്രസംഗಕ್ಕೆ ആധാർ पर, ഈ സന്ദർഭത്തെ ആസ്പദമാക്കിയിട്ട്, ഇത് ചോദ്യം നമുക്ക് വേണ്ടാത്തതാണ്. ഇത് വേറൊരു ചോദ്യത്തിലുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒഴിവാക്കിയതാണ്. ഇതാണ് ചോദ്യം. നോക്കൂ, കബീർ കാ ദോഹ പഠേം ഓർ പ്രശ്ന 3 से 4 तक के उत्तर लिखे. വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ഒന്നാണ്. കബീർ ദാസിന്റെ ദോഹ പഠിച്ചിട്ട് 3 മുതൽ 4 വരെ ചോദ്യം ഉത്തരം അടുത്ത് വന്നിരിക്കുന്നതാണ്. സാധു ഐസ ചാഹിയെ ജൈസ സൂപ്പ് സുബായ്, നേരത്തെ വന്നത് വീണ്ടും ആവർത്തിച്ചാണ്. സാർ കോ ഗഹി ധോത്താ ദേയ് ഉഠായ്. എന്നൊരു ചോദ്യം എങ്ങനെയാണ്? സുബായ് കാ സമാനാർത്ഥ ശബ്ദ ക്യാ ഹെ. സുബായ് എന്നതിന് സമാനാർത്ഥമായ വാക്യതാണ്. വചനുണ്ട്, സ്വഭാവമുണ്ട്, ശരീരമുണ്ട്, അഹംഭാവമുണ്ട്. സുബായ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സാധു ഐസ ചാഹി, ഒരു നല്ല മനുഷ്യൻ അങ്ങനെ ആയിരിക്കണം, ഒരു സന്യാസി അങ്ങനെ ആയിരിക്കണം. ജൈസ സൂപ്പ്, മുറത്തിന്റെ സുബായ്, സ്വഭാവം പോലെ. മുറത്തിന്റെ സുബായ് എന്ന് പറഞ്ഞാൽ സ്വഭാവം. അപ്പൊ സൂപ്പ് എന്ന് പറഞ്ഞാൽ മുറം, സുബായ് എന്ന് പറഞ്ഞാൽ സ്വഭാവം. അതായത് മുറത്തിന്റെ സ്വഭാവം. മുറം എന്ത് കാണിക്കുന്നു? മുറത്തിന്റെ സ്വഭാവം. അപ്പൊ സുബായ് എന്ന വാക്കിന്റെ അർത്ഥം സ്വഭാവം എന്നാണ്. അങ്ങനെ ഒരു അർത്ഥം ഇതിൽ വരുന്നുണ്ടോ? വന്നിട്ടുണ്ട്. ഏതാണത്? ഇതാണ്. അപ്പൊ ഇതെടുത്ത് തിരിച്ചാൽ നമുക്ക് മാർക്കായി. ഓക്കെ, എന്നിട്ട് പറയുന്നു ഈ ദോഹയുടെ ഇങ്ങനെ ഒരു കബീർ കെ പ്രസ്തുത ദോഹയ്ക്ക് ആശയിലേക്ക്, കബീർ ദാസിന്റെ പ്രസ്തുത ദോഹയുടെ ആശയം ഇതാണ്. നമ്മൾ 2 മാർക്കാണ് ചോദിച്ചാൽ. ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ദോഹ ഇങ്ങനെയാണ്. സാധു ഐസ ചാഹിയെ ജൈസ സൂപ്പ് സുബായ് സാർ കോ ഗഹി രഹേ ധോത്താ ദേയ് ഉഠായി. അതായത് സാധു ധർമ്മിഷ്ഠൻ, ഐസ അങ്ങനെ, ചാഹിയെ വേണം, ജൈസ എങ്ങനെ, സൂപ്പ് മുറം, സുബായ് സ്വഭാവം, അതാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, സുബായ് സ്വഭാവം, സാർക്കോ മൂല്യത്തെ, ഗഹി രഹേ ഗ്രഹിക്കുക, ധോത്ത അർത്ഥമില്ലാത്തതിനെ, ദേയ് ഉഡായി എറിഞ്ഞു കളയുക. അപ്പം ഇതിൻ്റെ ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കൂ, ആശയം ഇങ്ങനെയാണ്. കബീർദാസ് കാത്തെ, കബീർദാസ് പറയുന്നു കി എന്നാൽ സാധു സൂപ്പ് കി തരഹു, ഒരു ലക്ഷണമൊത്ത മനുഷ്യൻ, ഒരു സന്യാസി സൂപ്പ് പോലെ ആയിരിക്കണം. എന്താണ് സൂപ്പ്? മുറം പോലെ ആയിരിക്കണം. സൂപ്പ് അനാജ് കോ ഛാൻകർ, അതായത് മുറം ധാന്യത്തെ എടുത്തിട്ട് അലഗ് കർദേത്തെ, മാലിന്യത്തിൽ നിന്ന് മാറ്റി തരുന്നു. ഓർ ഭൂസിക്കോ ഉടാതെത്താഹേ, ഭൂസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉമിയെ ഒഴിവാക്കുന്നു. അതായത് നെല്ല് ഉരുളിലിട്ട് കുത്തി നമ്മൾ മുറത്തിലാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അരി മാത്രം നമ്മളെ കൈവശം വരികയും പൊടിയും അതുപോലെ തന്നെ അതിൻ്റെ ഉമിയുമൊക്കെ പുറത്തു പോവുകയും ചെയ്യുന്നു അല്ലേ? ഭൂസി എന്ന് പറഞ്ഞാൽ ഉമിയെ ഉടാതെത്തെ ഒഴിവാക്കുന്നു. ഇസി പ്രകാർ, ഇപ്രകാരത്തിൽ സാധുക്കോ ജീവൻമേ, സാധു സന്യാസികളായ സത്യസന്ധന്മാരായ മാന്യന്മാരായ ആളുകൾ
സാർത്ഥക് ഓർ മഹത്വപൂർണ്ണ വാർത്തകൾക്കു അർത്ഥവത്തായും മാന്യവുമായ കാര്യങ്ങളെ സ്വീകാർ കർണ ചാഹിയെ സ്വീകരിക്കണം. ഓർ ബേക്കാർ വൃത്തികെട്ടതും വേണ്ടാത്തതുമായ വ്യർത്ഥ ബാത്തോക്കു ബുരാ കാര്യങ്ങളെ, അതായത് ചീത്തയായ കാര്യങ്ങളെ ചോട് ദേനാ ചാഹി ഉപേക്ഷിക്കണം എന്ന് പറയുന്നു. അതായത് ഇത് ഏതൊരു മനുഷ്യനാണോ അയാൾ നന്മ സ്വീകരിക്കുകയും തിന്മയെ ഉപേക്ഷിക്കുകയും ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ മുറം പോലെ സ്വഭാവം ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോരുത്തരും എപ്പോഴും ഒരു മുറത്തെ ഓർക്കണം. ഓക്കെ, നന്മയെ സ്വീകരിക്കുക, തിന്മയെ ഉപേക്ഷിക്കുക എന്നതായി മാറണം എന്നാണ് കബീർദാസിനോട് പറയുന്നത്. ഓക്കെ മക്കളെ, യെസ്, ഇതാണ് ഈ പ്രധാനപ്പെട്ട ദോഹ്യമായി നമുക്ക് ചോദിക്കുന്ന 3 സെറ്റിൽ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പ്രധാനമായിട്ട് സെറ്റ് എയിലും സെറ്റ് ബിയിലും സെറ്റ് സിയിലും ചോദിച്ചിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും ഞാൻ ഇതുവരെ അവതരിപ്പിച്ചു. അത് ദില്ലി മേ ഉനേന്ദേ എന്ന് പറയുന്ന പാഠവുമായി ബന്ധപ്പെട്ട് 3 സെറ്റിൽ വന്ന ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട 4 മാർക്കിനും 2 മാർക്കിനും എല്ലാം ക്വസ്റ്റ്യൻസ് ഉള്ളത്. 2 മാർക്കിന് ചോദിച്ചുള്ള ഈ രീതിയിലുള്ള ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. ഓക്കെ, എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതെല്ലാം വെച്ചു. പക്ഷേ മൂന്നാമത്തെ യൂണിറ്റിൽ കവിതയാണ് ഏക് തിൻക എന്ന് പറയുന്നത് അയോധ്യ സിംഗ് ഉപാധ്യായ അരിയാവുതിൻ്റെ. ഇത് മോഡൽ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 3ലും വന്നിട്ടില്ല. ഓക്കെ, പക്ഷേ ഇതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമ്മളെ മൂന്നാമത്തെ യൂണിറ്റ് നമ്മൾ സെറ്റായി. ഇതിൽ വളരെ ഇതിൽ വന്നിട്ട് മോഡലിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെങ്കിലും മോഡലിൽ വന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ വരൂ എന്നല്ല. മോഡലിൽ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതെങ്കിലും മുൻപ് ചർച്ച ചെയ്യപ്പെടാത്തുണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്ത് കൃത്യമായി ഒന്നുകൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പാഠത്തിൽ നിന്ന് വരാൻ ഏറ്റവും ഉറപ്പുള്ളൊരു ചോദ്യം ഇതാണ്. ഇത് നമ്മൾ പറഞ്ഞതാണ് എങ്കിലും ഒന്ന് ഓർത്താൽ നമുക്ക് ഈ മൂന്നാമത്തെ യൂണിറ്റ് നമുക്ക് സെറ്റായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് നോക്കൂ, നമ്മുടെ പാഠം എന്താണ്? ഏക് തിൻക അല്ലേ, ഒരു വൈക്കോൽ കഷ്ണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പുൽക്കഷ്ണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കവിതാംശിക ആശയിലേക്ക് തന്നിരിക്കുന്ന കവിതയുടെ 4 വരിയാണ് ഈ കവിതയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗം. നോക്കൂ, ജബ് കിസി ഡബ് സെ നിക്കൽ തിൻകാ ഗയാ, തബ് പെട്ടെന്ന് എൻ്റെ കണ്ണിലേക്ക് ഒരു കരട് പോയപ്പോൾ, തബ് സംചിനെ യോ മുച്ചെ താനേ ദിയെ, അതായത് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ കരട് വന്നു, ഞാൻ അഹങ്കരിച്ച് നിൽക്കാൻ കരട് വന്നു, ആ കരട് എൻ്റെ കണ്ണിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് പോയപ്പോൾ, അതായത് ജബ് കിസി ടബ് സെ നിക്കൽ തിൻകാ ഗയാ, മറ്റ് സുഹൃത്തുക്കൾ തുണി ചുരുട്ടി പിടിച്ച് കണ്ണിലൊക്കെ തുറച്ച് ആ കണ്ണിലെ കരട് അങ്ങ് പുറത്ത് പോയപ്പോൾ, തബ് സമച്മേ, അപ്പോൾ സമച്ചിനെ എൻ്റെ മനസ്സ്, യോ മുച്ചെ താനേ ദിയ, തനിക്ക് ഇങ്ങനെ സൂചന നൽകി, ഏണ്ട് തൂ കിസിലെ ഇത്ര രഹ, നീ അഹങ്കരിച്ചുകൊണ്ട് ഇത്രയും കാലം നേരെ എന്തിനായി നിന്നത്, ഏക് തിൻകാഹേ ബോധ് തേരേലി, കണ്ണിലെ കരട് പോക്കിയതിനു ശേഷം പറഞ്ഞു, നിന്റെ ഒരു അഹങ്കാരം എന്തായിരുന്നു, ഒരു പുൽക്കഷ്ണം തന്നെ മതി നിനക്ക് ധാരാളം എന്ന് എൻ്റെ മനസാക്ഷി എന്നോട് മന്ത്രിച്ചു. ഇതാണ് ഈ കവിതയിലെ ഏറ്റവും പ്രധാനമായ ഭാഗം. അതായത് നമുക്ക് അഹങ്കാരം പാടില്ല. നമുക്ക് ഏതൊരു മനുഷ്യനും ഒരു പുൽക്കൊടി മതി, ഒരു പൊടി കഷ്ണം മതി അവൻ്റെ അഹങ്കാരം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എത്ര നിസ്സാരനാണ് എന്നുള്ളതാണ് ആ കാണിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചാൽ, നമ്മൾ 4 മാർക്കിന് ചോദിച്ചാൽ അതിന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അയോധ്യ സിംഗ് ഉപാധ്യായ അരിയൗദിൻ്റെ സന്ദേശാത്മക കവിത ഹേ ഏക് തിൻക, വളരെ മെസ്സേജ് ഉള്ള ഒരു കവിതയാണ് ഏക് തിൻക എന്നുള്ളത്. ഓക്കെ, ഏക് ദിൻ കവി അഹങ്കാർ കെ സാത്ത്, കവി ഇങ്ങനെ പറയുന്നു, ആ കവി തന്നെ ഒരു ദിവസം അഹങ്കാരത്തോടു കൂടി, മറ്റുള്ളവരെ കുറ്റം പറയല്ല, ഞാൻ തന്നെ അഹങ്കാരത്തോടി അപ്പനെ മക്കാൻ കെ മുണ്ടേർ പ്രകടത്, ഞാൻ എൻ്റെ വീടിൻ്റെ മുണ്ടേറിൽ നിൽക്കുകയായിരുന്നു, കോർട്ട്യാർഡിൽ നിൽക്കുകയായിരുന്നു. ഏക് തിൻക ഹവാമേ ഉഡ്കർ, ഏക് തിൻക അപ്പോഴൊരു പുൽക്കഷ്ണം ഹവാമേ ഉഡ്കർ പറഞ്ഞിട്ട് ഉൻകി ആംഖ് മേ പട, അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. കവിക്കോ ബഡി തക്ലീഫ് ഹുയി, ആ സമയത്ത് കവിക്ക് വലിയ തക്ലീഫും ഹുയി, ബുദ്ധിമുട്ടുണ്ടായി. കിസി തരക് തിൻക നിക്കാലാ ഗയാ, എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ആ പൊടിയെടുത്ത് മാറ്റി. തബി സമച്ചിനെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധ്യം, അദ്ദേഹത്തിൻ്റെ മനസ്സ്, ഉന്നെ സമച്ചാനെ ലഗ, അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. തും ഇത്ര ഗമണ്ടിക്കോ, എന്തൊരു അഹങ്കാരിയാണ് നീ എന്തിനാ ഇത്ര അഹങ്കരിച്ച് നിന്നത്. തുമാരെ ജൈസെ ലോഗോं की घमंड दूर करने के लिए, നിന്നെ പോലുള്ള ആളുകളുടെ ഗമണ്ട് അഹങ്കാരം ദൂർ करने के लिए, ദൂരീകരിക്കാൻ വേണ്ടി ഏക് തിൻകാ ഹി കാഫിയെ, ഒരു തിൻക, ഒരു പുൽക്കഷ്ണം പോലും ധാരാളമാണ്. കവി കാന ചാത്തെ, അവസാനം കവി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ കിസിക്കോ ബി, ഒരാളും അപ്പനി ക്ഷമതാപ്പർ, തങ്ങളുടെ കഴിവിൽ ഗമണ്ട് നഹി കർണേ ചായേ, അഹങ്കരിക്കാൻ പാടുള്ളതല്ല. എത്ര കഴിവുള്ളവരാണെങ്കിലും അവന് അഹങ്കരിക്കേണ്ട. കവിത ബിൽക്കുൽ, അതുകൊണ്ട് തന്നെ കവിത ഇന്ന് ബിൽക്കുൽ പൂർണ്ണമായും പ്രാസംഗികേ, സന്ദർഭോചിതമാണ്, പ്രസക്തവുമാണ്. പ്രാസംഗിക തന്നെ പ്രസക്തമാണ്. കിത്തനെ തിൻകേ മേ ബി ബഡി താക്കത്ത്, ഇങ്ങനെ പറയുന്നു, ഒരു പുൽക്കഷ്ണത്തിൽ പോലും വലിയ ശക്തി ഉണ്ട് എന്ന്. നിനക്ക് എന്തെല്ലാം ശക്തി ഉണ്ടെങ്കിലും, എന്തെല്ലാം കഴിവുകളുണ്ടെങ്കിലും, എന്തെല്ലാം സമ്പത്തുണ്ടെങ്കിലും, എന്തുമാത്രം പ്രത്യേകത ഉണ്ടെങ്കിലും നീ അഹങ്കരിക്കരുത്. കാരണം നിന്റെ ഈ അഹങ്കാരം ഇല്ലാതാക്കാൻ ഒരു പുൽക്കൊടി മാത്രം മതി എന്നാണ്. എന്നിട്ടോ തിൻകേ മേ ബി, പുൽക്കഷ്ണത്തിൽ പോലും, പുൽനാമ്പിൽ പോലും,
ബഡി താക്കത്തെ വലിയ ശക്തി ഉണ്ടെന്ന് നീ തിരിച്ചറിയുക. ചാഹേ വ ദിക്കിനെ മേ ബോധ് ചോട്ടാഹോ, പക്ഷേ ആ പുല്ലിൻ്റെ പൊടി എന്ന് പറയുന്നത് കാണാൻ വളരെ ചെറുതായിരിക്കാം, പക്ഷേ അതിലും അതിൻ്റെതായ ഒരു ശക്തി ഉണ്ട് എന്ന് നീ മനസ്സിലാക്കുക അല്ലേ. ആത്മകഥാംശ ശൈലിമേ, അതായത് ആത്മകഥ എന്ന് പറഞ്ഞാൽ അവനവനെ തന്നെ തെറ്റുപറ്റിപ്പോയതിൻ്റെ കുറ്റബോധം എന്ന രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന, ആത്മകഥ എന്ന രൂപത്തിൽ ഉപയോഗിച്ചിരുന്ന കവിത പ്രസ്തുതിക്കുകയെ, അദ്ദേഹം ആത്മകഥയായി എഴുതുന്നത് പോലെ അദ്ദേഹം ആത്മകവിതയാണ് എഴുതിയത്. ഓക്കെ, തൻ്റെ മനസ്സിലുണ്ടായ ദുഷ്ചിന്തകളെ ഇല്ലാതായി പോയതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മനസ്സ് തന്നോട് കുറ്റം പറഞ്ഞതിനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇത് ആത്മകഥയായിട്ട് നമ്മൾ വായിക്കാറുണ്ട്. ആത്മകഥ, ആളുകളുടെ ഒരുപാട് ആത്മകഥ ഇറങ്ങാറുണ്ടല്ലേ, പക്ഷേ ഇത് ആത്മകവിതയായിട്ടാണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ്. ഓക്കെ, ഇത്രയാണ് മക്കളെ നമുക്ക് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് മോഡൽ സെറ്റ് ക്വസ്റ്റ്യനിൽ സെറ്റ് എയിലും സെറ്റ് ബിയിലും സെറ്റ് സിയിലും വന്നിരിക്കുന്ന മൂന്നാമത്തെ യൂണിറ്റിലെ എല്ലാ പാഠവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അവതരിപ്പിച്ചിരുന്നു. ഇത് നമുക്ക് നാലാമത്തെ യൂണിറ്റ് പഠിക്കാനുണ്ട്, അഞ്ചാമത്തെ ഒരു പാഠം കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ പാഠങ്ങൾ വന്ന എല്ലാ സെക്ഷൻസ് നമുക്ക് ബോധ്യപ്പെടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കൾ ഇത് കൃത്യമായി സ്ക്രീൻഷോട്ട് എടുക്കുക, കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നാലാമത്തെ യൂണിറ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.